നിറഞ്ഞു കവിഞ്ഞ പൂപ്പാടങ്ങളാണ് ഇപ്പോൾ വയനാടൻ അതിർത്തി കടന്നാൽ നമ്മൾ കാണുക. ഗുണ്ടൽപേട്ടിലുള്ള കാഴ്ചയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഗോപാൽപുര അടക്കമുള്ള ഗ്രാമങ്ങളിൽ സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതിനാൽ തന്നെ മലയാളികളുടെ ഒഴുക്കാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക്. ഒരു ഗ്രാമം മുഴുവൻ പൂക്കൂടയായി മാറിയ കാഴ്ച ഈ കാലം നിങ്ങളെ ഗുണ്ടൽപേട്ടിലേക്ക് സ്വാഗതം ചെയ്യും. എന്തൊരു സുന്ദര കാഴ്ചയെന്നോ ഗുണ്ടൽപേട്ടിലെ ഗോപാൽപുരയിൽ. പൂക്കളാൽ നിറഭേദങ്ങൾ ഒരുക്കുന്ന വയലുകളിലേക്ക് നോക്കൂ. ഗ്രാമീണ വഴികളിൽ അത്രയും കാർഷിക പെരുമയുടെ നിറവ് കാണാം. ഓരോ കാലത്തും ഓരോ തരം കാഴ്ചകളാണ് ഗുണ്ടൽപേട്ടിൽ. അത് കാണാനെത്തുന്നവരിലേറെയും മലയാളികളാണ്. പൂട്ട് നിൽക്കുന്ന ഈ മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഈ കാലത്ത് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് കാണാൻ നേരിച്ചിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന സംഗതിയാണ്. അങ്ങനെ വന്നതാണ്. ഈ പൂക്കളെ കാണുന്ന മനസ്സിന് സന്തോഷം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ കുടുംബസമേതം വരുന്നുണ്ട്, എല്ലാവരും ഫാമിലി അടക്കമുണ്ട്. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിന്റെ ഓരം പറ്റിയുള്ള ഗ്രാമമാണിത്. ദേശീയപാതയ്ക്ക് ഇരുവശവുമുണ്ട് പൂപ്പാടങ്ങൾ. അടിപൊളി നല്ല ഫീലിംഗ് ഉണ്ട്. എല്ലാ ഇതുപോലെ വരുന്നതാണ് രസമുണ്ട്. ഒരുപാട് നേരം അവരെന്ത് ചെയ്യും, ടൈം സ്പെൻഡ് ചെയ്യും. ചില ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത് കാണാനായിട്ട് മാത്രം വന്നിട്ടാണ് എന്ത് ചെയ്യുക, നാട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുക. സൂര്യകാന്തി കൃഷി എണ്ണ ഉൽപാദനത്തിനാണ്, പൂക്കൃഷി പെയിന്റ് നിർമ്മാണത്തിനും. ഓണക്കാലമായാൽ ഇവിടെ നിന്നും കയറിയെത്തുന്ന പൂക്കളാണ് മലയാളിയുടെ മുറ്റത്തിന് നിറച്ചാർത്ത് പകരുന്നത്. പൂക്കൾ കാണാം, കൃഷിത്തോട്ടങ്ങൾ കാണാം, ഗ്രാമീണ തനിമ കാണാം. ഗുണ്ടൽപേട്ടിലേക്ക് വണ്ടി കയറാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.